നമസ്കാരം. ഫുട്ബോൾ ചരിത്രത്തിൽ ചില കളിക്കാരുണ്ട്. അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കളി വെറുമൊരു മത്സരമല്ലാതായി മാറും, അതൊരു കലയായി മാറും. അത്തരമൊരു മാന്ത്രികനായിരുന്നു ഫ്രാൻസിൻ്റെ സിനദിൻ സിദാൻ. സീസു എന്ന് ലോകം സ്നേഹത്തോടെ വിളിച്ച ഒരു മനുഷ്യൻ. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ സിദാനോളം നാടകീയത നിറഞ്ഞ, സിദാനോളം ഹീറോയിസവും ട്രാജഡിയും നിറഞ്ഞ മറ്റൊരു കരിയർ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ഒരു രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച നായകൻ, അതേസമയം തൻ്റെ കരിയറിലെ അവസാന മത്സരത്തിൽ ഒരു ചുവപ്പ് കാർഡോടെ മൈതാനം വിടേണ്ടി വന്ന ദുരന്ത നായകൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകകപ്പ് ഫുട്ബോളും സിനദിൻ സിദാനും തമ്മിലുള്ള ആ കാൽപന്തിൻ്റെ ഇതിഹാസ കഥയെക്കുറിച്ചാണ്. നമുക്ക് 1998 പോകാം. ഫ്രാൻസ് ആദ്യമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന വർഷം. അന്ന് സിദാൻ എന്ന 26-കാരനിലാണ് ഫ്രഞ്ച് ജനത മുഴുവൻ പ്രതീക്ഷയും അർപ്പിച്ചിരുന്നത്. അൾജീരിയൻ വംശജനായ സിദാൻ ഫ്രാൻസിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ മുഖം കൂടിയായിരുന്നു. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ സൗദി അറേബ്യക്കെതിരായ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് സിദാന് 2 മത്സരങ്ങൾ നഷ്ടമായി എങ്കിലും ക്വാർട്ടർ ഫൈനൽ മുതൽ അദ്ദേഹം ശക്തമായി തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മാന്ത്രികത കാത്തുവച്ചിരുന്നത് ഫൈനലിലായിരുന്നു. എതിരാളികൾ സാക്ഷാൽ റൊണാൾഡോ നസാരിയോയുടെ കരുത്തരായ ബ്രസീൽ. ലോകം മുഴുവൻ ബ്രസീലിനായി വാദിച്ചപ്പോൾ സ്റ്റേറ്റ് ഡി ഫ്രാൻസിസിൽ സിദാൻ ചരിത്രം തിരുത്തിക്കുറിക്കുകയായിരുന്നു. 2 തകർപ്പൻ ഹെഡർ ഗോളുകളിലൂടെ സിദാൻ ഫ്രാൻസിന് അവരുടെ ആദ്യത്തെ ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തു. ഫ്രാൻസ് 3-0 ബ്രസീലിനെ തകർത്തു. അന്ന് പാരീസിലെ ആൾക്കണിക് കമാനമായ ആർക്ക് ഡി ട്രയോംഫിൽ സിദാൻ്റെ ചിത്രം പ്രകാശിച്ചിരുന്നു. അതിനൊപ്പം ഒരു വരിയും ഉണ്ടായിരുന്നു: നന്ദി സീസു. യഥാർത്ഥത്തിൽ അദ്ദേഹം അന്ന് ഫ്രാൻസിൻ്റെ ദേശീയ നായകനായി മാറുകയായിരുന്നു. എന്നാൽ ഫുട്ബോൾ എപ്പോഴും ഒരുപോലെയല്ല. 2002 കൊറിയ ജപ്പാൻ ലോകകപ്പിൽ ഫ്രാൻസ് എത്തിയത് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായിട്ടാണ്. കൂടാതെ തൊട്ട് മുൻപത്തെ യൂറോ കപ്പും അവർ നേടിയിരുന്നു. എന്നാൽ ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് സിദാന് തുടക്കി പരിക്കേറ്റു. ആദ്യത്തെ 2 മത്സരങ്ങളിൽ സിദാന് കളിക്കാൻ കഴിഞ്ഞില്ല. സിദാനില്ലാത്ത ഫ്രാൻസ് ആദ്യ മത്സരത്തിൽ സെനഗലിനോട് തോറ്റു. 2ാം കളിയിൽ ഉറുഗ്വേയോട് സമനിലയും വഴങ്ങി. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഡെൻമാർക്കിനെതിരെ പരിക്ക് പൂർണ്ണമായി മാറാതെയാണ് സിദാൻ കളത്തിലിറങ്ങുന്നത്. ഒരു മാന്ത്രികനും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നത്. ഫ്രാൻസ് ആ മത്സരവും തോറ്റു. ഒരു ഗോൾ പോലും നേടാനാകാതെ നാണം കെട്ട് 1ാം റൗണ്ടിൽ തന്നെ ഫ്രാൻസ് പുറത്തായി. ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും വലിയ വീഴ്ചകളിൽ ഒന്നായിരുന്നു അത്. അതിനുശേഷം 2004 സിദാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. ഫ്രാൻസ് ടീം വീണ്ടും പ്രതിസന്ധിയിലായപ്പോൾ പരിശീലകൻ്റെയും ആരാധകരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 2006 ലോകകപ്പിനായി സിദാൻ വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചെത്തി. ഇത് തൻ്റെ കരിയറിലെ അവസാന ടൂർണമെൻ്റ് ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലോകം അതിനെ സീസുവിൻ്റെ ലാസ്റ്റ് ഡാൻസ് എന്നാണ് വിളിച്ചത്. 2006 ലോകകപ്പിൽ സിദാൻ കളിച്ച കളി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെതിരെ അദ്ദേഹം നടത്തിയ പ്രകടനം. കക്കയും റൊണാൾഡോയും അടങ്ങിയ ബ്രസീലിയൻ നിരയെ സിദാൻ ഒറ്റയ്ക്ക് തകിടം മറിക്കുന്നു. ഫ്രാൻസിനെ അദ്ദേഹം ഫൈനലിലേക്ക് നയിക്കുന്നു. 2006 ജൂലൈ 9 ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇറ്റലിക്കെതിരെ ഫൈനൽ. കളി തുടങ്ങി 7ാം മിനിറ്റിൽ തന്നെ ഒരു പനാഗ പെനാൽറ്റിയിലൂടെ സിദാൻ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. എന്നാൽ പിന്നീട് ഇറ്റലി സമനില പിടിക്കുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അവിടെയാണ് കായിക ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടക്കുന്നത്. മത്സരത്തിൻ്റെ 110ാമത്തെ മിനിറ്റ് ഇറ്റാലിയൻ ഡിഫൻഡർ മാർക്കോ മറ്റരാസി സിദാനെതിരെ എന്തോ മോശം പരാമർശം നടത്തുന്നു. പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട സിദാൻ തിരിഞ്ഞു നടന്ന് മറ്റരാസിയുടെ നെഞ്ചിലേക്ക് തൻ്റെ തല കൊണ്ട് ശക്തമായി ഇടിച്ചു വീഴ്ത്തുന്നു. റഫറി ഹൊസാരിയോ എലിസോണ്ടോ സിദാന് നേരെ ചുവപ്പ് കാർഡ് ഉയർത്തി. തൻ്റെ കരിയറിലെ അവസാന മത്സരത്തിൽ ലോകകപ്പ് കിരീടത്തിന് തൊട്ടരികിലൂടെ ആ കപ്പിലേക്ക് നോക്കാനാകാതെ തല താഴ്ത്തി സിദാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നുപോയ ആ വിഷ്വൽ കണ്ടുനിന്ന ഏത് ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ച് തകർക്കുന്നതായിരുന്നു. ഫ്രാൻസ് ആ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇറ്റലിയോട് പരാജയപ്പെടുകയും ചെയ്തു. അതെ, ചുവപ്പ് കാർഡോടെയാണ് കരിയർ അവസാനിപ്പിച്ചത് എങ്കിലും ആ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സിദാനാണ് ലഭിക്കുന്നത്. കാരണം ആ ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള മാന്ത്രിക പ്രകടനങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നതായിരുന്നില്ല എന്ന് തന്നെ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ വിജയത്തിൻ്റെ പരകോടിയും പരാജയത്തിൻ്റെ ആഴവും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ കളിക്കാരാണ് സിനദിൻ സിദാൻ. കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ ശാന്തതയും പെട്ടെന്നുണ്ടാകുന്ന ആവേശവുമെല്ലാം അദ്ദേഹത്തെ കൂടുതൽ മനുഷ്യനായി തോന്നിപ്പിച്ചു. ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം, ലോകകപ്പിൻ്റെ കഥകൾ പറയുന്നിടത്തോളം കാലം സിനദിൻ സിദാൻ എന്ന പേര് അവിടെയൊക്കെ മായാതെ കിടക്കും. നിങ്ങൾക്ക് സിദാൻ്റെ ഏത് ലോകകപ്പ് ഓർമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത്? 1998 ലോകകപ്പിലെ ആ 2 ഹെഡറുകളാണോ, അതോ 2006 ആ ലാസ്റ്റ് ഡാൻസ് ആണോ? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഫുട്ബോൾ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.